ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഓണം എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഉദ്ഗ്രഥനം 1ാം ദിവസത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഉദ്ഗ്രഥനം ഫസ്റ്റ് സെക്കൻഡ് 2 പ്രാവശ്യം ഉണ്ടാവുള്ളൂ, 3ാം വട്ടമായിട്ട് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ മാത്സ് സെപ്പറേറ്റ് ആയിരിക്കും എക്സാം നടത്തുക. അപ്പോൾ പ്രധാനമായി ഉദ്ഗ്രഥനം ഫസ്റ്റിൽ നമ്മൾ നോക്കേണ്ടത് ആദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ചിത്രം നൽകും, അതിന് മനോഹരമായി നിറം നൽകുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രവർത്തനം തരും, വായിക്കാം എഴുതാം എന്നായിരിക്കും തരുന്നത്. ഒരു കഥയുടെ കുറച്ച് ഭാഗമോ അല്ലെങ്കിൽ 2 പേർ തമ്മിലുള്ള സംഭാഷണമോ എന്തെങ്കിലും ആയിരിക്കാം നിങ്ങൾക്ക് നൽകുന്നത്. അത് ടീച്ചർ വായിച്ചു തരും, നല്ല ശ്രദ്ധിച്ച് കേൾക്കുക. കഥയെന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഭവമായിട്ട് ആശയം ഒന്നായിരിക്കും. ഒന്ന് മഴയുമായി റിലേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ടതോ പിന്നെ അങ്ങനെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദർഭവുമായി കണക്ട് ചെയ്തതായിരിക്കും ക്വസ്റ്റ്യൻ. അതിന് ബേസ് ചെയ്തിട്ട് 1 or 2 ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ കഥ ശ്രദ്ധിച്ച് കേൾക്കുക. ആ കഥയിൽ നിന്നുമായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അതായിരിക്കും ആദ്യത്തെ പ്രവർത്തനം. പിന്നെ അതുപോലെ തന്നെ ഈ കഥയുമായിട്ടോ അല്ലെങ്കിൽ ഈ സന്ദർഭവുമായി റിലേറ്റ് ചെയ്തതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അത് ചിലപ്പോൾ ഒരു സംഭാഷണമായിരിക്കാം 2 പേർ തമ്മിലുള്ള. അപ്പോൾ ഒന്ന് സംഭാഷണം എഴുതാൻ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കഥയുടെ സന്ദർഭം ഉൾപ്പെടുത്തി ഒരു ഡയറി എഴുതാൻ. അപ്പം നമ്മൾ ഡയറിയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഡയറി എഴുതാനുണ്ടാവും. ആ കഥയുടെയുമായി ബന്ധപ്പെട്ടായിരിക്കണം നിങ്ങളുടെ ഡയറി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പാഠഭാഗത്തിൽ ഒരു പരീക്ഷണം, 1 അല്ല 2 പരീക്ഷണം നമ്മൾ പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ പരീക്ഷണത്തിൽ ഏതെങ്കിലും പിക്ചർ നിങ്ങളെ കാണിക്കും, ഇത് ഏത് പരീക്ഷണമാണ്, ഇത് ഈ പരീക്ഷണത്തെക്കുറിച്ച് എഴുതുക, ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ. അത് EVSമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. അത് കഴിഞ്ഞിട്ട് ഉദ്ഗ്രഥനം 2ാം ദിനം വരുമ്പോൾ കടങ്കഥ പഴഞ്ചൊല്ലു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ മഴയുമായി ബന്ധപ്പെട്ട പാഠത്തിൽ ആദ്യത്തെ ചാപ്റ്ററിലും കടങ്കഥ പഠിച്ചിട്ടുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ നമുക്ക് എന്തോന്നും അതിൽ നമ്മൾ കടങ്കഥ പഠിച്ചിട്ടുണ്ട്. 2ലും പഴഞ്ചൊല്ലും പഠിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് നോക്കുക. ചിലപ്പോൾ ചിത്രം നൽകും, അതിൻ്റെ ചോദ്യം കുട്ടി തനിച്ച് എഴുതേണ്ടി വരും. അല്ലെങ്കിൽ എന്തോന്നാണ് ചോദ്യം ഉത്തരവും തന്നേക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് തന്നേക്കും. നിങ്ങൾ യോജിപ്പിക്കാനായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഏത് തന്നാലും എഴുതാൻ പാകത്തിൽ പഠിച്ചു പോവുക. അപ്പം നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ കവിത പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, മണ്ണ് കിളയ്ക്കും, പിന്നെ അതുപോലെ തന്നെ എന്തോന്ന് നിലമൊരുക്കും, പിന്നെ അതുപോലെ തന്നെ വരച്ച് യോജിപ്പിക്കാനുണ്ടാകും. നമ്മൾ കുറച്ച് ദിനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, റിപ്പബ്ലിക് ഡേ, പിന്നെ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനം, രക്തസാക്ഷി ദിനം, അതിൻ്റെ തീയതി ഏത് ഡേറ്റിലാണ് ഇതൊക്കെ, അതായത് സ്വാതന്ത്ര്യ ദിനം എന്ന് ഓഗസ്റ്റ് 15, ഇതെല്ലാം തെറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തരാൻ സാധ്യതയുണ്ട്. വരച്ച് യോജിപ്പിക്കാനായിരിക്കും വരുന്നത്. സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ എക്സാമിന് മുമ്പ് നമ്മൾ ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15. ഇങ്ങനെ പ്രധാനപ്പെട്ട ഇതെന്തോന്ന് നമ്മൾ പഠിച്ചു പോവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നെഹ്റു, ഗാന്ധിജി. ഇവർ 2 പേരെ കുറിച്ച് 1 or 2 അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 3-4 സെൻറ്റൻസ് പഠിച്ചു വെക്കുക. ഇവരുടെ ആരുടെയെങ്കിലും ഒരു പടം തന്നിട്ട് അവരെക്കുറിച്ച് കുട്ടിക്കറിയാവുന്ന 1-2 കാര്യങ്ങൾ എഴുതുക. ഗാന്ധിജിയാണ്. ഗാന്ധിജീൻ്റെ കുറിച്ച് നമ്മൾ മഹാത്മാജി എന്ന് പറയുന്ന ഒരു കവിത പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പോസ്റ്റർ. ജലവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ വാക്യമുണ്ടായിരിക്കും, അത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് തൊഴിലുപകരണങ്ങളുടെ പടം തന്നിട്ടുണ്ടാവും. അത് ഏത് തൊഴിലുപകരണമാണെന്ന് കുട്ടി എഴുതേണ്ടി വരും. നമ്മൾ പോലീസ്, ഡോക്ടർ, അങ്ങനെ കുറച്ച് പടങ്ങൾ പിക്ചറുകൾ കണ്ടിട്ടുണ്ടല്ലോ, ടെസ്റ്റിലുണ്ടല്ലോ, അതേപോലത്തെ കുറച്ച് പടങ്ങൾ തന്നിട്ടുണ്ടാവും. ആ കുട്ടി അതിൻ്റെ ജോലി ഏതാണ്, തൊഴിൽ ഏതാണെന്ന് എഴുതാം.